ഒരു അമുസ്ലിമായ എഞ്ചിനീയർ വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, ഇസ്ലാമിന്റെ ശാന്തി സൗന്ദര്യത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കൊരു ചോദ്യമുണ്ട്, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഏതു ഗ്രൂപ്പിലാണ് വരേണ്ടത് എന്ന്. കാരണം അനവധി ഗ്രൂപ്പുകളും അനവധി സംഘടനകളും നമ്മുടെ ഈ കേരളത്തിന്റെ മണ്ണിൽ പോലുമുണ്ട്. ഞാൻ ഇസ്ലാമാവുകയാണെങ്കിൽ ഏത് ഗ്രൂപ്പിലാണ് കടന്നു വരേണ്ടതെന്ന് ഇബാദിന്റെ പ്രവർത്തകരുടെ മുന്നിൽ വന്നിട്ട് മുസ്ലിമായ എഞ്ചിനീയർ ചോദിച്ചപ്പോ അതിന്റെ മറുപടിയായിട്ട് ഇബാദിന്റെ നേതാക്കന്മാര് പറഞ്ഞുകൊടുത്തത്, അത് ഇസ്ലാമിനെ നിങ്ങളാണ് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ കണ്ടെത്തിയതാണെങ്കിൽ അതേ ഗ്രൂപ്പിനെയും നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. നിങ്ങൾക്ക് അങ്ങനെ കണ്ടെത്താൻ ഒരു ക്ലൂ പറഞ്ഞു തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച നേതാക്കന്മാർ ആരൊക്കെയാണ് ഒന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചവരൊക്കെ സ്വർഗത്തിലാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച നേതാക്കന്മാരെ നിങ്ങൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം ഏത് പ്രസ്ഥാനത്തിന്റെ ഒപ്പമാണ് ഒരുമിച്ചാണ് നിൽക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ തിരിച്ചുപോയി. മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. എന്നിട്ട് ഇബാദിന്റെ പ്രവർത്തകരോട് പറഞ്ഞു, 100 കണക്കിന് വരുന്ന പ്രാസ്ഥാനിക നേതാക്കന്മാരുടെ മരണങ്ങൾ ഞാൻ പരിശോധിച്ചു. വിവിധ സംഘടനകൾ, വിവിധ ഗ്രൂപ്പുകൾ, ആ നേതാക്കന്മാരുടെ ആഖിബത്ത് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് 60ഓളം പണ്ഡിതന്മാർ, ആ 100 കണക്കിന് വരുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിൽ 60ഓളം പണ്ഡിതന്മാർ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാ മരിച്ചത് എന്ന് എനിക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ 60 പണ്ഡിതന്മാരും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ കരുത്തരായ അമരക്കാരായിരുന്നു എന്ന മറുപടിയാണ് അയാൾക്ക് നൽകാനുണ്ടായിരുന്നത്. അതുകൊണ്ട് ആലോചിക്കുക, ഒരാളുടെ ആഖിബത്ത് നോക്കുക, അയാൾ എങ്ങനെയാണ് വഫാത്തായത്, എന്നിട്ട് വിലയിരുത്തണം അയാൾ സ്വാലിഹാണോ അല്ലയോ എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സംവാദം കേട്ടുകഴിഞ്ഞാൽ, ഒരു മുഖാമുഖം കണ്ടുകഴിഞ്ഞാൽ, ഒരു പ്രഭാഷണം വീക്ഷിച്ചു കഴിഞ്ഞാൽ ഹക്ക് ഏതാണെന്ന് കണ്ടെത്താൻ വലിയ പ്രയാസമുണ്ടാകും. ചിലപ്പോൾ ശബ്ദമാധുര്യമുള്ളവർ, സംസാര വൈഭവമുള്ളവർ തങ്ങളുടെ വാക്കുകൾ കൊണ്ട് ജനസഞ്ചയത്തെ അത്ഭുതപ്പെടുത്തിയെന്നിരിക്കാം. ബാത്തിലിനെ ഹക്കായും ഹക്കിനെ ബാത്തിലായും അവതരിപ്പിച്ചെന്നിരിക്കാം. ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ച് പല മാറിമായങ്ങളും തന്റെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു സംവാദത്തെ മുൻനിർത്തിയിട്ട് ഏതാണ് ഹക്കെന്ന് തീരുമാനിക്കാൻ സാധാരണക്കാരന് കഴിയില്ല. എങ്കിൽ ഏതൊരു സാധാരണക്കാരനും ഏതാണ് ഹക്ക്, ഏതാണ് സത്യപ്രസ്ഥാനം, ഏതാണ് സത്യപാത എന്ന് കൃത്യമായിട്ട് തെളിയാൻ ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ ആഖിബത്ത് പരിശോധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ചോദിക്കൂ, ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചവരാരാണ്? ഒന്ന് നന്നായി പരിശോധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചവരാരാണെന്ന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തെ ലോകത്തോളം പ്രപഞ്ചത്തോളം വളർത്തിയ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ ആഖിബത്ത് എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ ആലോചിക്കൂ. ഏത് പ്രസ്ഥാനത്തിന്റെ കൂടെയാ നിലകൊള്ളേണ്ടതെന്ന് നിന്റെ ബുദ്ധി കൊണ്ട് നീ ചിന്തിച്ചു നോക്ക്. കൃത്യമായിട്ട് പറയാം, 1996 കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ രോഗിയായി കിടക്കുകയാണ് ശംസുൽ ഉലമ. സുബഹി ബാങ്ക് കൊടുക്കാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്തും തന്റെ ശിഷ്യന്മാരെ അടുത്തു വിളിച്ചിട്ട് പറയുകയാണ്, ഒരു സൂറത്ത് യാസീൻ ഒന്ന് പാരായണം ചെയ്യണമെന്ന്. ആ ശിഷ്യന്മാർ നല്ല ഉറക്ക ശബ്ദത്തിൽ മനോഹരമായി യാസീൻ അങ്ങ് പാരായണം ചെയ്യുന്നു. അങ്ങനെ ഓതി ഓതി മരണത്തെക്കുറിച്ച് സൂചനയുള്ള ഒരു ആയത്തെത്തിയപ്പോ ഓതുന്ന ആളെ കൈപിടിച്ചിട്ട് തന്റെ കൈ കൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്, ആവർത്തിച്ചോദണമെന്ന്. അങ്ങനെ 3 വട്ടം പ്രസ്തുത ആയത്ത് ഓതിക്കൊടുക്കുന്നു. ഒടുക്കമായ യാസീൻ അങ്ങ് ഓതി പൂർത്തിയായപ്പോ വഇലൈഹി തുർജഊൻ, യാസീൻ അങ്ങ് ഓതി പൂർത്തിയായപ്പോ തൊട്ടടുത്തുള്ള പള്ളി മിനാരത്തിൽ നിന്ന് സുബഹിയുടെ വാങ്കുലി മുഴങ്ങുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ബാങ്ക്
ആ ബാങ്കിന്റെ മധുരമായ ശബ്ദം ശംസുലുലമയുടെ കാതുകളിലേക്ക് വന്നെത്തിയപ്പോ ശംസുലുലമയും പറയുകയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അങ്ങനെ ബാങ്കിന്റെ ഓരോ വാക്കിനും ഇജാബത്ത് നൽകി ബാങ്കിന്റെ അവസാനത്തെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശബ്ദമങ്ങ് കേട്ടപ്പോ ശംസുലുലമ കിടന്ന കിടപ്പിൽ നിന്ന് മനോഹരമായിട്ട് ഉച്ചരിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ലലോടെ ശംസുലുലമ കണ്ണടച്ചു. ശംസുലുലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. എത്ര മനോഹരമായ മരണമാണ്. ബാങ്കിന്റെ ഓരോ വാക്കുകൾക്കും ഇജാബത്ത് നൽകി അവസാനത്തെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് വിട പറഞ്ഞവരാണ് ശൈഖുനാ ശംസുലുലമയെങ്കിലും ആ ശംസുലുലമയെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പറയാം ശംസുൽ ഉലമ സ്വാലിഹായിരുന്നു എന്ന്. ഇങ്ങനെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സമസ്ത എന്ന പാതയുടെ ആ സ്വർഗപാതയുടെ ആ നേതാക്കന്മാരുടെ ചരിത്ര ചിത്രങ്ങളോ ആ നേതാക്കന്മാരുടെ ആഖിബത്ത് പരിശോധിച്ചിട്ട് വിലയിരുത്താം. ഹക്കേതാണ്, സത്യമേതാണെന്ന് വിലയിരുത്താൻ ഇതിനേക്കാൾ നല്ല മാർഗം വേറെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. അത്രയും മനോഹരമായ ആഖിബത്ത്, ആ മനോഹരമായ മരണം. അതിൽപ്പെട്ടവരല്ലേ ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാർ, സമസ്തയുടെ നേതാവല്ലേ. എങ്ങനെയായിരുന്നു മരണം? ഉറങ്ങാൻ വേണ്ടി പോകുന്നതിന്റെ മുമ്പ് തന്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, ഭാര്യ, നിനക്ക് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയുമോ? ഭാര്യ കൈമലർത്തുകയാണ്, എനിക്കറിയില്ല. ആ സമയത്ത് CH ഉസ്താദ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന്. ഭാര്യ തിരിച്ചു പറയാൻ, നേരം വെളുക്കട്ടെ എന്നിട്ട് പറയാമെന്ന്. CH ഉസ്താദ് പറഞ്ഞു, നേരം വെളുക്കാനൊന്നും സമയമില്ല, നീ ഈ സമയത്ത് തന്നെ കേൾക്കണമെന്ന് പറഞ്ഞിട്ടു ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുന്നു. പാതിരാ നേരമായപ്പോൾ CH ഉസ്താദിന് നെഞ്ചുവേദന വരുന്നു. അടുത്ത് കിടക്കുന്ന ഭാര്യയെ തട്ട് വിളിച്ചിട്ട് പറയുകയാ, എനിക്ക് വല്ലാതെ നെഞ്ചുവേദനിക്കുന്നു, കുടിക്കാൻ വെള്ളം കൊണ്ടു തരണമെന്ന് പറഞ്ഞപ്പോ ആ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് ചൂടുവെള്ളമെടുക്കാൻ വേണ്ടി അടുക്കളയുടെ ഭാഗത്തേക്ക് ഭാര്യ നടന്നു പോകുമ്പോ ആ സമയത്ത് പിന്നിൽ നിന്ന് ഉറക്ക ശബ്ദത്തിൽ കേൾക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭാര്യ ഒരു അപ്രതീക്ഷിതമായ ഉറക്ക ശബ്ദത്തിൽ ദിക്ർ ചൊല്ലുന്നത് കേട്ടപ്പോ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് വഫാത്തായി കിടക്കുന്ന ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാരെയാണ്. ഈ CH ഉസ്താദിനെ സമസ്തയുടെ മനോഹരമായ ചരിത്ര ചിത്രങ്ങളിൽ മനോഹരമായ അധ്യായങ്ങൾ ചേർത്തെഴുതിയ ബഹുമാനപ്പെട്ട CH ഉസ്താദിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, ഈ CH ഉസ്താദ് ഒരു സാലിഹായിരുന്നു എന്ന്. ആ സ്വാലിഹീങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ എന്നല്ലേ നമ്മൾ പ്രാർത്ഥന നടത്താറുള്ളത്. അതേപോലെ എത്രയെത്ര പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടല്ലേ മരിച്ചത്. ബഹുമാനപ്പെട്ട KT മാനു മുസ്ലിയാർ സമസ്തയുടെ സമ്മേളനത്തിൽ വന്നു. എന്തൊരു റാഹത്തുള്ള മരണമാണ്. ദശലക്ഷക്കണക്കിന് വരുന്ന സമസ്തയുടെ പ്രവർത്തകരെ തന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് വളരെ സന്തോഷ നിർഭരമായ മനസ്സോടെ സ്റ്റേജിൽ നിന്ന് ആ സമ്മേളനത്തിന്റെ സ്റ്റേജിൽ നിന്നിറങ്ങി വരികയാണ്. ആംബുലൻസ് കൊണ്ടുവരികയാണ്. നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാ. ആ ആംബുലൻസിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്ന നേരത്ത് ബഹുമാനപ്പെട്ട KT മാനു മുസ്ലിയാറിന് വല്ലാത്ത ക്ഷീണം തോന്നുകയാണ്. അതേ അവസാന സമയം അടുത്തിരിക്കുകയാണ്. ആ സമയത്ത് കൂടെയുള്ളവരോട് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രാസ്ഥാനിക നേതാവ് ഹമീദ് ഫൈളി അമ്പലക്കട ഉസ്താദ് ആ ആംബുലൻസിലുണ്ട്. അവരോടായിട്ട് പറഞ്ഞു, വണ്ടി നിർത്തണമെന്ന്. ആ ആംബുലൻസ് അവിടെ നിർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്നെ കിബിലയിലേക്ക് തിരിച്ചു കിടത്തണമെന്ന്. ആംബുലൻസ് നേരെ കിബിലയിലേക്ക് തിരിച്ചു വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ കിബിലക്ക് അഭിമുഖമായി കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട KT മാനു മുസ്ലിയാർ ഉറക്കെ പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 4 വട്ടം ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട KT മാനു മുസ്ലിയാർ ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ഹക്കേതാണെന്ന് തീരുമാനിക്കാൻ ഇതിലും വലിയ തെളിവിന്റെ ആവശ്യമിന് വേണോ? എന്നാൽ ഇതേ KT മാനു മുസ്ലിയാർ അന്ന് സമ്മേളനത്തിൽ വരുമ്പോ പതിവില്ലാതെ ഭാര്യയോട് വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് പറയുകയാണ്, ഒരു തോർത്തുമുണ്ട് എടുക്കണമെന്ന്. ഭാര്യ ചോദിച്ചില്ല, എന്തിനാണ് തോർത്തുമുണ്ട്? പതിവില്ലാത്ത തോർത്തുമുണ്ട്
എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഭാര്യയോട് പറയുകയാണ്, ഈ തോർത്തുമുണ്ടുകൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട് എന്ന്. ഏതാണ് ആവശ്യമെന്നറിയോ? ആ ആംബുലൻസിന്റെ അകത്തളങ്ങളിൽ വെച്ചിട്ട് കെട്ടിയമാൻ മുസ്ലിയാർ വിട പറഞ്ഞപ്പോ താടി കെട്ടിയത് ഈ തോർത്തുമുണ്ടായിരുന്നു. എന്തൊരത്ഭുതമാണ്! അങ്ങനെ എത്രയെത്ര ചരിത്രങ്ങൾ, എത്രയെത്ര മഹാന്മാരുടെ മനോഹരമായ മരണമുഹൂർത്തങ്ങൾ. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ കാളമ്പാടി ഉസ്താദിന്റെ അഖീബത്ത് എങ്ങനെയാണ് എനിക്കറിയാം. കാളമ്പാടി ഉസ്താദ് മരിക്കുന്നതിന്റെ ദിവസം ഒരു 1-2 ദിവസം മുമ്പ്, അന്ന് ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ പതിവിൽ ക്ലാസിന്റെ സമയം കഴിഞ്ഞു. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ 100 കണക്കിന് വരുന്ന ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ക്ലാസിന്റെ സമയം കഴിഞ്ഞു. പക്ഷേ ക്ലാസ് അവസാനിപ്പിച്ചില്ല. കിതാബിലേക്ക് കണ്ണും നട്ടിട്ട് ഒരുപാട് സമയം അങ്ങിരുന്നു. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു മുത്തല്ലിം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉസ്താദേ സമയം കഴിഞ്ഞിട്ടുണ്ട്. സമയം കഴിഞ്ഞ് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, എനിക്കറിയാമടോ, നീ അവിടെ ഇരിക്ക് എന്ന്. അങ്ങനെ ഒരല്പസമയം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് എഴുന്നേറ്റ് ആ ദർസ് ഹാളിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാ. അല്പം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നിട്ട് ആ പഠന ക്ലാസിന്റെ ഹാളിന്റെ മുഴുവൻ ഭാഗത്തേക്കും ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് തിരിച്ചു പോവുകയാണതേ. ഇനി ഞാൻ മടങ്ങി വരില്ല എന്ന അർത്ഥത്തിൽ. എന്തിനേറെ മരിക്കുന്നതിന്റെ 2 ആഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ തന്റെ അസുഖത്തിന് വേണ്ടി, തന്റെ ശ്വാസം മുട്ടൽ എന്ന അസുഖത്തിന് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയപ്പോ ഡോക്ടർ എഴുതി കൊടുത്തു 1 മാസത്തെ ഗുളിക. ആ സമയത്ത് മകനുമായി ഹോസ്പിറ്റലിലേക്ക് ചെന്ന കാളമ്പാടി ഉസ്താദ് മകനോട് പറയാൻ, 1 മാസത്തേക്കുള്ള ഗുളിക വാങ്ങണ്ട, പകരം 2 ആഴ്ചത്തേക്കുള്ളത് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. മകൻ പറഞ്ഞു, ഉസ്താദേ അത് നിർബന്ധമായും വാങ്ങേണ്ടതല്ലേ, പിതാവേ നിർബന്ധമായും വാങ്ങേണ്ടതല്ലേ 1 മാസത്തെ ഗുളിക എന്ന്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, മോനെ 2 ആഴ്ചത്തേക്കുള്ളത് വാങ്ങിയാൽ മതി എന്ന്. എന്നിട്ടോ സംഭവം ചുരുക്കിയിട്ട് പറയാം. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് 2 ആഴ്ചത്തെ അവസാനത്തെ ഗുളികയും കുടിച്ചതിന് ശേഷമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇനിയൊരു ഗുളിക കുടിക്കാൻ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ ആയുസ്സുണ്ടായിരുന്നില്ല എന്നർത്ഥം. എന്ന് വച്ചാൽ മരിക്കുന്നതിന്റെ 2 ആഴ്ച മുമ്പേ അറിഞ്ഞിരുന്നുവോ ഞാൻ വിട പറയാൻ അടുത്തിട്ടുണ്ട് എന്ന്. എന്തൊരു റാഹത്തുള്ള മരണമാണ്! എല്ലാം മുന്നിൽ കണ്ടിട്ടുള്ള മരണം. അതേപോലെ സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗമായ 100 കണക്കിന് 1000 വരുന്ന പണ്ഡിതന്മാരെ വാർത്തെടുത്ത പണ്ഡിത ലോകത്തെ ഇതിഹാസമായ ബഹുമാനപ്പെട്ട പൊന്മള ഫരീദ് ഉസ്താദ് എങ്ങനെയായിരുന്നു മരണം? വീട്ടിൽ വെച്ച് ളുഹാ നമസ്കരിക്കാൻ വേണ്ടി റൂമിലേക്ക് വുളൂ ചെയ്തിട്ട് കയറുകയാണ്. എന്നിട്ട് ളുഹാ നമസ്കരിക്കുകയാണ്. ളുഹാ നമസ്കാരത്തിന് ശേഷം തന്റെ ഭാര്യയോട് പറയാണ്, നീ റൂമിന്റെ പുറത്തേക്ക് പോകണം, ഒരല്പസമയം നീ ഒന്ന് പുറത്തേക്ക് പോകണം, കുറച്ചു കഴിഞ്ഞിട്ട് മാത്രം നീ തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ളുഹാ നമസ്കാരം കഴിഞ്ഞു, മുസല്ലയിലങ്ങിരുന്നു. അതാ ഭാര്യയോട് പുറത്തു പോകാൻ പറഞ്ഞു. അല്പസമയം കഴിഞ്ഞു ഭാര്യ വീണ്ടും റൂമിലേക്ക് കടന്നു വന്നപ്പോൾ കാണുന്നത് ആ വഫാത്തായി കിടക്കുന്ന പൊന്മള ഉസ്താദിനെയാണ്. ളുഹാ നമസ്കാരത്തിന് ശേഷം എന്തൊരു മനോഹരമായ തയ്യാറെടുപ്പിൽ വുളൂഓടുകൂടി മരിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ സമസ്തയുടെ ആലിമീങ്ങളുടെ ആഖിബത്ത് പരിശോധിക്കുകയാണെങ്കിൽ ദിക്ർ ചൊല്ലിയിട്ട് മരിച്ച സ്വാലിഹീങ്ങളുടെ ചിത്രങ്ങളാണ് നമ്മുടെ മനോഭിത്തിയിലേക്ക് കടന്നു വരുന്നതെങ്കിലോ ഇനിയും പറയാണ്ട് അനവധി നിരവധി ആഖിബത്തിന്റെ മനോഹരമായ മുഹൂർത്തങ്ങൾ. ഏതായിരുന്നാലും ബുദ്ധിയുള്ളവന് ആലോചിക്കാൻ, അല്ലെങ്കിൽ ചിന്തിക്കാൻ, അവന് ചിന്തിക്കാൻ ഇത് ധാരാളമാണ്. ഹഖ് ഏതാണ്, സത്യപ്രസ്ഥാനം ഏതാണ്, സത്യപാത ഏതാണെന്ന് തെളിയിക്കപ്പെടാൻ ഇതിൽ പരമനൊരു തെളിവിന്റെ ആവശ്യമില്ല. ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്നു ഏതാണ് ഹക്കായ പാത എന്ന്. അത് സമസ്തയുടെ പാതയാണ്, സമസ്തയുടെ പാതയാണ് സത്യപാത. അല്ലാഹുവേ, ഈ സമസ്തയുടെ പാതയിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാ.
നീ അടിയുറപ്പിച്ചു നിർത്തണേ അല്ലാ. കാരുരുമ്പിന്റെ ശക്തിയുമായി പാറ പോലെ ഈ സത്യപ്രസ്ഥാനത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. നമ്മുടെ സമസ്തയുടെ മരണപ്പെട്ടു പോയ ആലിമീങ്ങൾക്ക് അവരുടെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ ദറജകൾ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ കരുത്തരായ അമരക്കാരായ പണ്ഡിതന്മാർ, അവർക്ക് നീ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എന്റെ മുഅ്മിനെ, സത്യമേതാണെന്ന് തെളിയിക്കാൻ ഇതിൽ പരം ഇനി എന്തിനാണ് തെളിവുകൾ? അതുകൊണ്ട് സംവാദം, മുഖാമുഖം, പ്രഭാഷണം, അങ്ങനെ ബിദ്അത്തിന്റെ വിഷയങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ നിനക്ക് മാറ്റം വരണ്ട. നീ നന്നാവാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതുമെല്ലാം മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനാണെങ്കിൽ ഈ ശംസുൽ ഉലമ അടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചവരാൻ. ഇനി ചിലർ പറയുന്നത് പോലെ ഈ മൗലൂദും അതുപോലെ നബിദിനാഘോഷവും അതുപോലെയുള്ള ഖബർ സിയാറത്തും അതുപോലെയുള്ള തവസ്സുലും ഇസ്തിഗാസയും ഒക്കെ ശിർക്കും കുഫറും ബിദ്അത്തുമാണെങ്കിലോ ആ ശിർക്ക് ചെയ്യുന്നവരാണ് ഈ പണ്ഡിതന്മാരെല്ലാമെങ്കിലോ ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ഈ പണ്ഡിതന്മാരൊക്കെ മുശ്രിക്കീങ്ങളാണെങ്കിൽ ഇവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയോ മുഅ്മിനേ? അതുകൊണ്ട് വിലയിരുത്താം നിനക്ക്. നമുക്കുറച്ചു നിൽക്കാം ഈ സമസ്തയുടെ പിന്നിൽ, നമുക്കുറച്ചു നിൽക്കാം ഈ പണ്ഡിതന്മാരുടെ മുന്നിൽ, നമുക്കും മരിക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട്. അല്ലാഹുവേ നീ തൗഫീഖ് തരണേ അല്ലാഹ്.